എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ റാന്നി സ്വദേശിയാണ്. 2024 മാർച്ച് 21 ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞാൻ വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല കാരണങ്ങളാൽ ആ കാര്യങ്ങൾ നടക്കാതെ വരികയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിലെല്ലാം സെലക്ഷൻ കിട്ടി. എന്നാൽ വിസ മാത്രം വരാതിരിക്കുകയായിരുന്നു. ഏകദേശം 2000 പേരോളം ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തു നിന്ന് 50 പേരെയാണ് അതിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. അതിൽ നിന്നും 5 പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. അതിലും ഒരാൾ ഞാനായിരുന്നു. എന്നാൽ 300 പേരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്തതിൽ വിസ വന്നത് ഏകദേശം 120 പേർക്കായിരുന്നു. കേരളത്തിൽ 13 പേർക്കാണ് വിസ വന്നത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. എന്നാൽ പറയട്ടെ, വിസ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയുകയില്ല. ഇപ്പോൾ കുവൈറ്റിലെ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അവർ മെഡിക്കൽ ഫിറ്റാകാതെ വിസ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ മെഡിക്കലിനായിട്ട് എന്നെ കോഴിക്കോട്ടേക്ക് അയച്ചു. കോഴിക്കോട്ട് ചെന്ന് ഞാൻ മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു എക്സ്റേയിൽ എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് റിജക്ഷനാണ്. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ആ കോഴിക്കോട് പ്രദേശത്ത് ചെന്നു. അതേ ഏജൻസിയിൽ തന്നെ അതേ ക്ലിനിക്കിൽ ചെന്നിട്ട് ആ പ്രാവശ്യവും അവർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിസ അവർ തിരികെ തന്നു. റിജക്ഷൻ ഉണ്ടായില്ല. പിന്നീട് ഞാൻ ഇത് അഡ്വാൻസായിട്ട് ഗാംക എന്ന് പറയുന്ന മെഡിക്കലിൽ അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ക്യാൻസൽ ചെയ്തതായിട്ട് ഞാൻ കാണിച്ച ഇവിടുന്ന് ലെറ്റർ കിട്ടി. വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊച്ചിയിലേക്ക് പോയി മെഡിക്കൽ എടുക്കാൻ. അവിടെ ചെന്നപ്പോൾ അപ്പോഴും എനിക്ക് അവർ റിസൾട്ട് വന്നപ്പോൾ എക്സ്റേയിൽ എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഒരു കാര്യം മാത്രം അവർ ചെയ്തു, ഞങ്ങളൊരു CT സ്കാൻ റെഫർ ചെയ്ത് തരാം, അതിൽ നിങ്ങൾ സെലക്ഷൻ ആകും, അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രം ഫിറ്റ് അടിക്കും, അല്ലെങ്കിൽ വിസ റിജക്ഷൻ ആയിരിക്കുമെന്ന്. ഞാൻ അന്ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് പോയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച തൈലം പുരട്ടി ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. തിങ്കളാഴ്ച ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മറുപടി ലഭിച്ചു. വിസ മെഡിക്കൽ പാസ്സായി. അതിനുശേഷം വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് അയച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 40 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം ആർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കുവൈറ്റ് സമ്മതിക്കുന്നില്ല. വിസ പുതിയതായിട്ട് ലഭിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങളോട് എനിക്കിപ്പോൾ 54 വയസ്സുണ്ട്. എനിക്ക് വിസ ലഭിച്ചു. വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ കുവൈറ്റ് ഓയിൽ കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയാണ്. മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. ഞാൻ ഒരു അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് പത്രങ്ങൾ പൊതുനിരത്തിൽ നിന്ന് പോലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും വസ്ത്രങ്ങളില്ലാതെ കഴിയുന്നവർക്ക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് പാവപ്പെട്ട കോളനികൾ കേന്ദ്രീകരിച്ച് ഞാനത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ ആരെങ്കിലും ബ്ലഡിൻ്റെ ആവശ്യത്തിന് സമീപിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് അവിടെ എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയിൽ വിശ്വസിച്ചാൽ ഒരിക്കലും ഇവിടുന്ന് പരാജിതരായിട്ട് തിരികെ പോകത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 33:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഉടമ്പടിയിലൂടെ വ്യത്യസ്തത വരുന്നത്? ഇന്ന് വിനോദ് കുമാർ ഇവിടെ പറയുമ്പോൾ തനിക്ക് എന്തൊക്കെ വ്യത്യസ്തതകളാണ് ഉള്ളതെന്ന് ഈ മകൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. എത്ര പേര് ഇൻ്റർവ്യൂവിന് ഉണ്ട്, അതിൽ നിന്ന് എത്ര സെലക്ഷൻ, വീണ്ടും അതിൽ നിന്നും എത്ര പേരെ അവർ മൈക്രോ ലെവലിലെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സെലക്ഷൻ ഈ മകന് ലഭിക്കുകയാണ്. വളരെ ചുരുക്കം പേരെ മാത്രം മതി.
ഓൾ ഇന്ത്യ ലെവലിൽ പിന്നീട് കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് വിസ വന്നു, ഓരോന്നും നാം കേട്ടതാണ്. തൻ്റെ AG മകൻ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് കുവൈറ്റിലേക്കുള്ള ഇൻ്റർവ്യൂവിന് അവരെങ്ങനെയാണ് സെലക്ഷൻ എടുക്കുക, ഇതൊക്കെ നാം കേട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുക. ഇവിടെ എവിടെയൊക്കെ മാതാവുണ്ടോ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മുടെ പള്ളികളിൽ മാതാവില്ലേ? ഇത്രയും നാളും ആ മാതാവിനോടല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെ 100 ചോദ്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് അത് തിരുത്തി സാക്ഷ്യം പറയുന്നുമുണ്ട്. ഇന്ന് നാം കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക, ഇത് കൃപാസനത്തിലെ മാതാവിൻ്റെ മാത്രം ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെയല്ലേ ജനം അമ്മയെ സഞ്ചാരി മാതാവെന്ന് വിളിച്ച് അമ്മയെ ജനം കൂടെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ തനിക്കിന്ന് താനിവിടെ നിൽക്കുവാൻ കാരണമായത് ഈ അമ്മയുടെ ഒരിടപെടലുകൾ മാത്രമാണെന്ന് ഈ മകൻ പറയുന്നുണ്ട്. ഉടമ്പടി വഴി നമ്മെ എങ്ങനെയാണ് നാം വ്യത്യസ്തരാവുക? അതായത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം വ്യത്യസ്തരാവുക. ഉടമ്പടി എടുക്കുമ്പോൾ തിരുവചനം പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനോട് പറയുന്നതാണ്. മോശയുടെ കൂടെ കർത്താവ് നിരന്തരം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ മോശ ചെങ്കടലും വറ്റിച്ചും അതുപോലെ തന്നെ ജെറിക്കോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കാനുമൊക്കെ മോശയല്ല അതൊക്കെ ചെയ്തത്. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം, ജനത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ദൈവ സാന്നിധ്യം, അതിന്ന് ഈ മകൻ ഏറ്റുപറയുകയാണ്. ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എത്രയോ മക്കളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, തൻ്റെ ലൈഫിൽ താൻ റിസ്ക് എടുത്ത ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ മക്കൾക്കും ദൈവവും വ്യത്യസ്തനാവുകയാണ്. അതായത് ദൈവത്തെ അവർ ചങ്കിലേക്ക് ഏറ്റുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യരായി ഓരോ മക്കളും മാറുന്നു. അതിന് ജാതിയില്ല, മതമില്ല. അവിടെ കർത്താവിൻ്റെ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, ഈശോയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സാക്ഷ്യമാക്കി മാറ്റുക. ഈ മകനെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.